ആദ്യമായിട്ട് ലോഡ്ജ് വെച്ചാണ് കാണുന്നത്. അപ്പം അതിനെപ്പോൾ കൊച്ചു നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ഓണറിനോട് ഇതിൻ്റെ ചോദിച്ചു, ഈ കൊച്ചെന്നെ അവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പുള്ളി എന്നോട് വഴക്കുണ്ടാക്കി. ഇവിടെ ലോഡ്ജാണ്, പലരും വരും, നിനക്ക് ഇതിനകത്തൊന്നും ഇടപെടേണ്ട കാര്യമില്ല. ഇവിടെ വരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ടൗണിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ തീർത്ത് കളഞ്ഞാലും എന്നോട് ആരും ചോദിക്കാനില്ല എന്നല്ല എന്നോട് പറഞ്ഞിട്ട് എന്നെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി തന്നെയാണ് ഞാൻ ആരോടും പറയുന്നത്. എന്നിട്ടും ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥന്മാർ വന്നപ്പോൾ എന്നോട് ചോദിച്ചു. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ. അവർ വരികയും ഈ ബിജു എന്നാണ് ഓണറിൻ്റെ പേര്, ബിജുവിനെ ലോഡ്ജിൽ അങ്ങ് പത്തനംതിട്ട കൊണ്ടുപോയി DYSP ഓഫീസിൽ. അവിടെ കൊണ്ടുപോയി ചോദ്യം ചെയ്യുകയോ വിടുകയൊക്കെ ചെയ്തു. അത്രയും കാര്യം ഞാൻ കണ്ടതാണ്, എനിക്കറിയാം. ഈ അന്ന് കണ്ട സ്ത്രീ ജസ്റ്റ് തന്നെയാണെന്ന് എന്താ ഉറപ്പ്? അത് പിന്നെ പത്രത്തിൽ പടം കണ്ടിയ കാണാതായപ്പോഴത്തേക്കും ഫോട്ടോ കണ്ടു പത്രത്തിൽ. അന്നേരം ഞാൻ ബിജുവിനോട് പോയിട്ട് ചോദിച്ചു, ബിജു അന്ന് വന്ന ആ കൊച്ചല്ലേ ഇതെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, നിനക്ക് വേറെ പണിയൊന്നുമില്ല, പിന്നെ ആവശ്യമില്ലാത്തൊന്നും പറഞ്ഞുണ്ടാക്കരുതെന്ന് എന്നും പറഞ്ഞ് എന്നെ പിന്നെയും ഭീഷണിപ്പെടുത്തി. അതുകൊണ്ട് ഞാൻ ആരോടും ഒന്നും പറയുന്നത്. പക്ഷെ ക്രൈംബ്രാഞ്ചുകാർ വന്നപ്പം പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു. ആ പോകാൻ സമയം ഒരു ചെറുക്കനുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, അവർ ടെസ്റ്റ് എഴുതാൻ എറണാകുളം പോവുകയാണ്, അതിന് വന്നതാണ് എന്ന് എന്നോട് പറഞ്ഞു. ഒരു ദിവസമില്ല, 3-4 മണിക്കൂറുണ്ടായിരുന്നു എന്തായാലും. ഞാൻ അതിനെ കാണുന്ന ഒരു 12-നും 1-നും ഇടയ്ക്കാണ്, 11:30, 12 ഈ സമയത്താണ് കാണുന്നത്. തിരിച്ചിറങ്ങിപ്പോയത് 5 മണിക്ക് മുമ്പ് ഇറങ്ങിപ്പോയി. ഇല്ല. രജിസ്റ്ററിൽ നിങ്ങൾ പേരെഴുതിയിട്ടല്ലേ അകത്ത് കയറ്റുന്ന ആളുകളെ? എങ്ങനെ? രജിസ്റ്ററിൽ പേരെഴുതിയിട്ടല്ലേ, പേര് അഡ്രസ്സൊക്കെ എഴുതിയിട്ടല്ലേ ആൾക്കാർ? എഴുതാറില്ല, എല്ലാത്തിലും ഒന്നും എഴുതാറില്ല. ഇല്ല, അത്യാവശ്യം അവിടെ റൂം എടുത്ത് താമസിക്കുന്ന ആൾക്കാരുടെ മാത്രം എഴുതും, അല്ലാതെ റൂമിൽ വരുന്നവരുടെ ഒന്നും എഴുതത്തില്ല. ഇല്ല, എന്നോടൊന്നും സംസാരിച്ചില്ല. അപ്പോൾ എന്നെ കണ്ടപ്പോൾ ഫോണിനകത്ത് നോക്കിക്കൊണ്ടിരിക്കൊണ്ട് ഞാൻ എന്നെ കണ്ടുകൊണ്ട് ചിരിച്ചു. അന്നേരമാണ് ഈ പല്ലിലെ കെട്ട് ഞാൻ കണ്ടത്, കമ്പിയിട്ട് കെട്ടിയിരിക്കുന്നത്. അങ്ങനെ അത്രയും അറിയാം. പുള്ളിയൊന്നും പറയുന്നില്ലല്ലോ. കൂടെ ഉണ്ടായിരുന്ന ആരായിരുന്നു? ഒരു പയ്യനെ ഉണ്ടായിരുന്നു കൂടെ. ആള് മെലിഞ്ഞതാണ്, വെളുത്തതാണ്, ന്യായമായിട്ട് പൊക്കമുണ്ട്. ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യാൻ ചേച്ചിയെ മൊഴിയെടുക്കാൻ കൊണ്ടുപോയപ്പോഴേ ആ പയ്യന്റെ എന്തെങ്കിലും ഫോട്ടോ വല്ലതും കാണിച്ചിരുന്നു? ഇല്ല, എന്നെ ഒന്നും കാണിച്ചില്ല. ഈ തിരുവനന്തപുരം നടക്കുന്ന സമയത്ത് തന്നെ ജസ്റ്റിനെ കുറിച്ച് എന്തെങ്കിലും അറിയുകയാണെങ്കിൽ പാരിതോഷികം ഉൾപ്പെടെ നൽകാൻ സർക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പൈസയൊക്കെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സർക്കാർ ആ സമയത്തൊന്നും അറിയില്ലായിരുന്നു. ഇപ്പോൾ ഈ പെട്ടെന്ന് ഇത്തരത്തിൽ വെളിപ്പെടുത്താനുള്ള കാര്യം എന്താ? വെളിപ്പെടുത്താൻ കാര്യം എന്നാന്ന് വെച്ചാൽ, ഞാൻ അവിടുന്ന് പിണങ്ങി ഇറങ്ങി, ലോഡ്ജിൽ നിന്ന് എന്നെ അടിച്ചിറക്കി വിട്ടു. അത് എന്നെ തലക്കിട്ടൊക്കെ അടിച്ചു, എന്നെ അവിടുന്ന് ഇറക്കി വിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വെളിയിൽ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ആൾക്കാരോട് മോശമായിട്ട് ഇവർ എന്നെക്കുറിച്ച് വീണ്ടും പറയും അവർ. അപ്പോൾ അന്നേരം പിന്നെ ഈ പറയേണ്ട കാര്യങ്ങളെല്ലാം പറയാനൊന്നും പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു. ജസ്റ്റിനെ കാണാതായ സമയത്ത് ചേച്ചി അറിഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഒരാളെ കാണാതായി എന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് ചേച്ചിക്ക് ടെൻഷനൊന്നും തോന്നിയില്ലേ? ചേച്ചി കണ്ടിട്ടുള്ളതായിരുന്നു, അങ്ങനെ ടെൻഷനൊന്നും തോന്നിയില്ലേ? ഞാനെന്തിനാ ടെൻഷൻ അടിക്കുന്നത്? എനിക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലല്ലോ. ജസ്റ്റിനെ വേറെ ആളിനും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ലല്ലോ. പുള്ളിയുടെ അടുത്ത് ഒരുപാട് ആൾക്കാർ വരുന്നതാണ്, ഈ ഇങ്ങനെ കേസ് കെട്ടിന് വേണ്ടി വരുന്നതാണ്. പല പരിപാടികളും അവിടെ നടക്കുന്നതാണ്. അപ്പോൾ പെണ്ണുങ്ങൾ കൂട്ടുകുടുംബം എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ആ കൂട്ടത്തിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആ പയ്യനോട് സംസാരിക്കുന്നതോ അങ്ങനെ എന്തെങ്കിലും കണ്ടിരുന്നോ? രണ്ടുപേരും കൂടെ ഇറങ്ങിപ്പോകുന്നത് ഞാൻ കണ്ടേ. ഇപ്പൊ പയ്യനെ കണ്ടാലും എനിക്ക് അറിയത്തില്ല. ഇങ്ങനെ പുറത്ത് പയ്യനെ കണ്ടാൽ തിരിച്ചറിയോ? അറിയത്തില്ല. ജസ്നയുടെ മുഖം മാത്രമേ ഓർമ്മയിലുള്ളൂ. ജസ്നയുടെ മുഖം അറിയാം, ശരിക്കും ഓർമ്മയുണ്ടാകും. പക്ഷെ അന്ന് ഞാൻ അതിനെ ശരിക്കും ശ്രദ്ധിച്ചു, കാരണം ഒരു കൊച്ചു പെണ്ണല്ലേ വന്ന് നിൽക്കുന്നത്, അതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ച. ആ ചേച്ചി കാണുമ്പോ എവിടെ നിൽക്കുമായിരുന്നു ജസ്ന? ലോഡ്ജിലോട്ട് കയറുന്നിടത്ത് കൈവിരിയുണ്ട്, സ്റ്റെപ്പില്, അത് ചാരി നിൽക്കുമായിരുന്നു. പിങ്ക് കളറില് ഡ്രസ്സ് വിട്ടു, ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. റൂം എടുത്തിട്ടുണ്ടായിരുന്നു. 102 റൂമാണ് അവർ കയറിയത്. ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അതെ, ആയിരിക്കും. ഇല്ല, അതിനുമുമ്പ് ആരും ചോദിക്കും. അല്ല, അതിനുമുമ്പ് എന്നോട് പറഞ്ഞ നീ ഇത് ആരോടും പറയുന്നു വേണ്ട, ഇവിടെ ആരൊക്കെ വരുന്നു എടുക്കുന്നുണ്ട്, നീ തിരക്കേണ്ട കാര്യമില്ല, ആരോടും പറയണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാനോട് നാട്ടുകാരോടൊന്നും ഞാൻ സംസാരിച്ചിട്ടില്ല. പറഞ്ഞാൽ എൻ്റെ പൊന്നെ എൻ്റെ തലക്കട കളയും. അവനോട് അപ്പഴേ വിളിച്ചു പറയും.